ഞാൻ ചോദിക്കുന്നത്, ഇതിൽ പല ആളുകൾക്ക് ഇനി ഒരു PSC പരീക്ഷ എഴുതാനുള്ള പ്രായം കഴിഞ്ഞവരാണ്. 1 വയസ്സ് 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ബന്ധുക്കളോട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഇവരിവിടെ വന്ന് കിടക്കുന്നത്. ശ്രീമതി ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങനെ വന്ന് കിടക്കുമോ? ജോലി ചെയ്യാതെ വരുമാനം കിട്ടാനുള്ള മാർഗം അറിയുന്നവരല്ല ഇവരാരും. ഒരു ജോലിയും ചെയ്യാതെ നമുക്ക് കൃത്യമായി മാസം നമുക്ക് പൈസ വരുന്ന മാർഗമൊന്നും ചെയ്യാൻ അറിയാത്തവരാണ്. ഇവരെന്ത് തെറ്റാ ചെയ്തത്? PSCയെ വിശ്വസിച്ചു, സർക്കാരിനെ വിശ്വസിച്ചു, പരീക്ഷ എഴുതി, റാങ്ക് ലിസ്റ്റിൽ വന്നു. അർഹതപ്പെട്ട ഒരു ജോലി ചോദിക്കുന്നതിന് എങ്ങനെയാണ് ശ്രീമതി ടീച്ചറിനെ പോലെ ഒരമ്മ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയൊക്കെ മാറ്റിവെക്കാം? ഒരമ്മ അവരുടെ വീട്ടിൽ നിന്നാണ് ഒരു കുട്ടി തിരുവനന്തപുരത്തേക്ക് 1 വയസ്സുള്ള കുഞ്ഞിനെ നോക്കാൻ ബന്ധുക്കളെ ഏൽപ്പിച്ചിട്ട് സമരത്തിന് വന്നിരിക്കുന്നതെങ്കിൽ അത് ദുർവാശിയാണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണത് പറയാൻ പറ്റുക? അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ സമരത്തെ ഇങ്ങനെ ഇതിപ്പോൾ ഇവരെയെല്ലാം സൈബർ അറ്റാക്കാണ്, സൈബർ ബുള്ളിയിങ് ആണ്. ഇവിടെ സമരം ചെയ്യുന്നവരെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യ വിരുദ്ധ സംഘത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, CPM ഈ എല്ലാ കാലത്തും അധികാര പാർട്ടി ആയിരിക്കുമോ? അത് 8 മാസം കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടി ആവത്തില്ലേ? അപ്പോൾ നിങ്ങൾ സമരം ചെയ്യില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത്. ഇത് ദുർവാശിയാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ അധിക്ഷേപിക്കരുത്. ഇനിയെങ്കിലും ശ്രീമതി ടീച്ചറോ ശൈലജ ടീച്ചറോ ഒക്കെ ഈ പാർട്ടിയിലുണ്ടല്ലോ, ബൃന്ദ കാരാട്ടുണ്ടല്ലോ, സ്ത്രീകളുണ്ടല്ലോ, അവർ ഈ വനിതാ പോലീസുകാരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ കരച്ചിൽ അവർ കേൾക്കണം, അവരിടപെടണം. ഇവിടെ പോലീസുകാർ 140 പേര് ആത്മഹത്യ ചെയ്തില്ലേ? സേനയിൽ ആളില്ലാത്തതുകൊണ്ട് 24 മണിക്കൂർ അവർ ജോലി ചെയ്യുന്നില്ലേ? ഈസ്റ്ററിന് ജോലി ചെയ്യുന്നില്ലേ പോലീസുകാർ? തിരുവോണത്തിന് ജോലി ചെയ്യുന്നില്ലേ പോലീസുകാർ? പെരുന്നാളിന് ജോലി ചെയ്യുന്നില്ലേ പോലീസുകാർ? എന്തിനാണ് അവർ ജോലി ചെയ്യുന്നത്? സേനയിൽ ആളില്ലാത്തതുകൊണ്ടാണ്. മൂവാറ്റുപുഴയിൽ ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതി വെച്ച് എന്താണെന്നറിയാമോ? മക്കളോട് പറഞ്ഞത്, അമ്മയെ നന്നായി നോക്കണം, പോലീസിലല്ലാതെ എവിടെയെങ്കിലും ജോലി വാങ്ങണമെന്നാണ്. അത്രയും പോലീസുകാർ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ജോലി ഇവർക്ക് വേണ്ടി മാത്രമല്ല ചോദിക്കുന്നത്. ഇനി ഇവിടെ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു, പോക്സോ കേസുകൾ കൂടുന്നു. വനിതാ പോലീസുകാർ വേണ്ടേ? വനിതാ പോലീസുകാർ വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എല്ലാ സമരം ചെയ്യുന്നവരെയും പരിഹസിക്കുക, അവരെ അധിക്ഷേപിക്കുക. ഒരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയി. ഇവർ പറയുന്നൊരു ന്യായമുണ്ടെന്ന് അറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC വഴി നിയമനം നടന്നത് കേരളത്തിലാണ്. ക്യാപ്സൂളാണ്. ഈ സമരത്തിനെല്ലാം എതിരെയുള്ള ക്യാപ്സൂളാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയോ? മറ്റ് സംസ്ഥാനങ്ങളിൽ പോലീസിന് നിയമനത്തിന് റിക്രൂട്ട്മെൻറ്റ് ബോർഡുണ്ട്, അതുപോലെ ഫയർഫോഴ്സ് നിയമിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് ബോർഡുണ്ട്, ടീച്ചർമാരെ നിയമിക്കുന്നത് പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. അവിടെ PSC വഴിയല്ല പോലീസിലും ഫയർഫോഴ്സിലും റവന്യൂ പോലും ആളുകളെ എടുക്കുന്നത്. ഇവിടെയാണെങ്കിൽ എല്ലാം PSC വഴിയാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നിയമിക്കുന്നതിൻ്റെ കണക്ക് PSCയിൽ വരത്തില്ല. അതുകൊണ്ട് ഒരു ക്യാപ്സൂളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം ഇവിടെയാണ്. അതുകൊണ്ട് ഇനി ആരും PSC വഴി നിയമനം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നീന്തൽ കുളം പണിയാൻ പൈസയുണ്ട്, സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കാൻ 25 കോടി രൂപയ്ക്ക് ചെലവഴിക്കാൻ ഖജനാവിൽ പണമുണ്ട്, ഹെലികോപ്റ്ററിന് 1 മാസം വാടക കൊടുക്കാൻ 80 ലക്ഷം സർക്കാരിൽ പണമുണ്ട്. ഇതിനെല്ലാം സർക്കാരിന് പണമുണ്ട്. ഈ ഉദ്യോഗാർത്ഥികളുടെ നിയമനത്തിന് തസ്തിക ആവശ്യപ്പെടുമ്പോൾ പണമില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, അർദ്ധരാത്രിയിൽ അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേറെ പ്രാർത്ഥനയ്ക്കൊന്നും പോകണ്ട. ഈ കുട്ടികളുടെ കണ്ണീര് ഇന്ന് 12 മണി കഴിയുമ്പോൾ ഇവിടെ വീണ് അവർ വീട്ടിലേക്ക് പോയാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടേക്ക് ഒരിക്കൽ പോലും തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥ ആ കണ്ണീരിൻ്റെ കരുത്തിനുണ്ടാകും എന്ന് ഞാൻ ഭരിക്കുന്നവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.